ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മൊസറല്ല ചീസാണ്. പിസയിലും സാൻഡ്വിച്ചിലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മൊസറല്ല ചീസ് എങ്ങനെയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. ഈ ചീസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. അതിവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ പാലും 2.5 ടേബിൾ സ്പൂൺ അളവിൽ വിനെഗിരിയുമാണത്. ഇന്ന് നമ്മൾ ചെറിയ ക്വാണ്ടിറ്റിയിലുള്ള ചീസാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഞാനിവിടെ 2 പീസയ്ക്കുള്ള ചീസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പാലൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കണം. ചീസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാൽ അധികം തിളച്ച് പോകരുത്, ലൈറ്റായിട്ടൊന്ന് ചൂടായാൽ മതി. അപ്പോൾ നമ്മളൊരു സ്പൂൺ വെച്ച് ഇളക്കി മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന അത്രയ്ക്കും ചൂടാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പാൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം വിനെഗിരി ചേർക്കുകയാണെങ്കിൽ ചീസിൻ്റെ കൺസിസ്റ്റൻസി തന്നെ മാറിപ്പോകും. അതൊരു പനീറിൻ്റെയൊക്കെ ആ ടെക്സ്ചറിലേക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. പാൽ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ട് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് പാത്രം മാറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വിനെഗിരി മുഴുവനായിട്ടും ചേർത്ത് കൊടുത്ത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ പാലിൽ നിന്നും ചീസ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് കാണാനായിട്ട് പറ്റും. ഇതുപോലെ നല്ലതുപോലെ ഇളക്കി പാലിൽ നിന്നും ആ ചീസ് മുഴുവനായിട്ടും വേർതിരിയുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ചീസെല്ലാം തന്നെ പാലിൽ നിന്ന് നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരിപ്പയിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ സമയത്ത് നിങ്ങൾ ഈ ചീസിലേക്ക് ഒന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ അറിയാം, ഇത് പനീറിൻ്റെ ആ ടെക്സ്ചർ ആയിരിക്കില്ല, കുറച്ചൊരു വലിയുന്ന രീതിയിൽ നല്ല ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ചീസിൻ്റെ ആ ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിൽ നിന്ന് വെള്ളം മുഴുവൻ പിഴിഞ്ഞെടുക്കണം. എത്ര മാക്സിമം നന്നായിട്ട് പ്രസ് ചെയ്ത് പിഴിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രയ്ക്കും നല്ല ബലം പ്രയോഗിച്ച് ഇതിലുള്ള വെള്ളം മുഴുവൻ മാറ്റി ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം ഈ ചീസ് നമുക്ക് ഒരു ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. വിനെഗിരിയൊക്കെ ചേർത്തത് കൊണ്ട് ചെറിയൊരു പുളിരസം ഉണ്ടാകും. അപ്പോൾ അതെല്ലാം പോകാനായിട്ടാണ് നമ്മൾ ഈ ചെറിയ ചൂടുള്ള വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അധികം തിളച്ച വെള്ളമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ ഇതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. ഇതുപോലെ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് വാഷ് ചെയ്ത് പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചീസിന് ശരിക്കും ആ ഒരു വലിഞ്ഞ് വരുന്ന ആ ടെക്സ്ചർ തന്നെ കിട്ടും. ടേസ്റ്റ് വൈസ് നോക്കിയാലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചീസിൻ്റെ സെയിം ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് മാക്സിമം എത്ര പിഴിഞ്ഞെടുക്കാൻ പറ്റുന്നോ അതുപോലെ നന്നായിട്ട് 2 കൈ ഉപയോഗിച്ച് നല്ല അമർത്തി പിഴിഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 5-6 തവണ നന്നായിട്ട് ഈ ചൂടുവെള്ളത്തിൽ പ്രസ് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചീസ് ഉണ്ടാക്കുമ്പോൾ ഈ സ്റ്റെപ്പ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. മാക്സിമം എത്ര തവണ ചെയ്യാൻ പറ്റുന്നോ അത്രയും തവണ നന്നായിട്ട് ഇതുപോലെ വാഷ് ചെയ്തെടുക്കണം. എങ്കിലേ കറക്റ്റ് ആ ചീസിൻ്റെ ടെക്സ്ചർ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചീസ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം 2-3 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. എങ്കിലേ നമുക്കത് ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിലും കട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും നല്ല കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിവിടെ അവസാനത്തെ തവണയും നന്നായിട്ട് വാഷ് ചെയ്ത് അതിലുള്ള വെള്ളമെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ചീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ മൊസറല്ല ചീസൊക്കെ പെട്ടെന്ന് ആവശ്യമായിട്ട് വന്നാൽ ഒരിക്കലും കടയിൽ പോയിട്ട് വാങ്ങിക്കേണ്ട, ഇതുപോലെ വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഞാൻ ഈ ചീസ് ഒരു അലൂമിനിയം ഫോയിലിൽ നന്നായിട്ട് എയർ ടൈറ്റായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ്. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലിരിക്കട്ടെ, അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലൂമിനിയം ഫോയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിലിട്ടിട്ട് നല്ല എയർ ടൈറ്റായിട്ട് ഒന്ന് പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഞാനൊരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ചീസ് പുറത്തെടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തതാണിത്. അപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. നല്ല ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ചീസിൻ്റെ തന്നെ ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല വലിഞ്ഞ് വരുന്ന ചീസാണ് കേട്ടോ ഇത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല കറക്റ്റ് ചീസിൻ്റെ ആ കറക്റ്റ് മൊസറല്ല ചീസിൻ്റെ അതേ ടെക്സ്ചറിൽ തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് തന്നെ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് നമുക്ക് സാൻഡ്വിച്ചോ പിസ്സയൊക്കെ ഉണ്ടാക്കണം എന്ന് തോന്നിയെങ്കിൽ വീട്ടിൽ ചീസൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു 2 മണിക്കൂർ മുമ്പ് തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ മതി. കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് ഗ്രേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട് ഇത്.
ഈ ചീസ് കൊണ്ടുള്ള ഉണ്ടാക്കിയ പിസയാണ് ഞാൻ ഫസ്റ്റ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ പിസ്സ ഞാൻ ഇതുപോലെ ഈ ഉണ്ടാക്കിയ ചീസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുത്തത്. അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു, എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയ വീഡിയോയിൽ കാണുന്നവരെ ബൈ ആൻഡ് താങ്ക് യു.